ഹലോ ഗായ്സ്, എല്ലാവർക്കും ജെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും എന്നെ മറന്നുപോയി കാണും ജെറീസ് വേൾഡിനെ അല്ലേ. കാരണം 2 മാസത്തോളമായ ഒരു ലെന്തി വീഡിയോ ഇട്ടിട്ട് നല്ല തിരക്കായതുകൊണ്ടായിരുന്നു ഞാൻ ലെന്തി വീഡിയോ ഇടാഞ്ഞത്. യൂട്യൂബിൽ ഒരു വീഡിയോസ് ഞാൻ ഇട്ടിട്ടില്ല, ഷോർട്ട് വീഡിയോസൊക്കെ ചെറുതായിട്ട് ഇട്ടു, അത്രേ ഉള്ളൂ. ഇന്നത്തെ യാത്ര എവിടെയെന്ന് അറിയേണ്ടത് തിരുവനന്തപുരത്തുള്ള പൊന്മുടിയിലേക്കാണ്. അഞ്ചിൽ നിന്നും പൊന്മുടിയിലേക്ക് എത്താൻ 2 മണിക്കൂർ മതി നമുക്ക്. ഞങ്ങൾ ഏകദേശം ഇവിടുന്ന് 2 മണിക്കാണ് തിരിച്ചത്. പൊന്മുടി എന്ന് പറയുന്നത് അടിപൊളി ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. സത്യത്തിൽ ഈ ടൈമിലല്ല നമ്മൾ പൊന്മുടിയിലേക്ക് പോകേണ്ടത്, ഈ സീസണും അല്ല. കാരണം ഇപ്പോഴാണ് ഞാൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വെക്കേഷൻ ആയതുകൊണ്ടാണ് ഞാൻ പോയത്. നമ്മൾ ചെറിയ മഴ പെയ്യുമ്പോഴാണ് ഈ പൊന്മുടിയിലേക്ക് പോകുന്നത്. അതാണ് അതിൻ്റെ ഒരു ഭംഗിയും. ശരിക്കും മഞ്ഞ്. ഞങ്ങൾ കാറിലാണ് പോയത്. കുട്ടികൾക്ക് ഞാനും എൻ്റെ ബ്രദറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഹസ്ബൻഡ് എന്നൊരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു കുട്ടികൾക്ക് പൊന്മുടിയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പോകാമെന്ന് വെച്ച്. കാരണം ഇനി അവർക്ക് വെക്കേഷൻ ആണെങ്കിലും മോൻ 10ാം ക്ലാസ് കഴിഞ്ഞതാണ്. അപ്പോൾ അവർക്ക് +1 ട്യൂഷനൊക്കെ തുടങ്ങും. അതുകൊണ്ട് കുറച്ച് ടൈം അവർക്കൊരു സന്തോഷം ആവട്ടെ എന്ന് വിചാരിച്ച് അവർ പോയിട്ടുള്ള പൊന്മുടിയിൽ. ഞാൻ മാത്രമേ പൊന്മുടിയിൽ പോയിട്ടുള്ളൂ. അന്ന് പൊന്മുടിയിൽ പോയപ്പം ശരിക്കും മഴയായിരുന്നു, മഞ്ഞായിരുന്നു. കാരണം ചെറിയ ചെറിയ മഴ, ഇങ്ങനെ ചാറ്റൽ മഴ വന്നതുകൊണ്ടിരിക്കുമായിരുന്നു. ശരിക്കും മഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ എന്തായാലും വിചാരിച്ചു നമുക്ക് പോകുമ്പോൾ ഒരു വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാണ് വന്നത്. പിന്നെ നമുക്ക് പാസ്സുണ്ട്. അത് കാറിനാണെങ്കിൽ 300 രൂപയാണ്, ബൈക്കിന് 50 രൂപയേ ഉള്ളൂ. പാസ് നമ്മൾ കളയാതെ പൊന്മുടിയിൽ എത്തുന്നവരെ നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ ഓരോ ഹെയർ പിന്നും കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വളവാണ്. വണ്ടിയൊക്കെ നമ്മൾ സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ 2 സൈഡിലും ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. മാങ്ങ, നെല്ലിക്ക, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അച്ചാറിട്ടതൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ മുന്നേ ഒരു കാറ് പോകുന്നുണ്ട്. മോനാണെങ്കിൽ അവിടെ എഴുന്നേറ്റ് നിങ്ങൾക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ട്. ആ കുട്ടികൾ ഭയങ്കര സന്തോഷത്തിലാണ്. വെക്കേഷൻ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. കണ്ടില്ലേ, ഒരുപാട് വണ്ടികൾ പാർക്കിംഗ് ഉണ്ടായിരുന്നു. കണ്ടില്ലേ, ഒരുപാട് ആൾക്കാരും കുട്ടികളും ഒക്കെ ഉണ്ട്. കാരണം വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും വൈകുന്നേര സമയങ്ങളിൽ നല്ല ഭംഗിയാണ്. കാരണം എനിക്ക് തോന്നുന്നു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും നല്ല മഞ്ഞായിരുന്നു. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് പോയപ്പോൾ നമുക്ക് ഒരാളെ കാണാൻ പറ്റുന്ന മഞ്ഞായിരുന്നു. അത് സീസൺ ടൈം ആയിരുന്നു. ഇപ്പം നമുക്ക് ആ സീസൺ അല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരുപാട് മഞ്ഞൊന്നുമില്ല. എന്നാലും നല്ല തണുത്ത കാറ്റായിരുന്നു അവിടെ. പിന്നെ റീൽസൊക്കെ ചെയ്യാൻ വേണ്ടി കുറേ വീഡിയോസ്, ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായി, നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നമ്മളൊരു 5:30 ആയപ്പോഴത്തേന് നല്ല തണുപ്പ് അടിച്ചു തുടങ്ങി. അപ്പോഴത്തേനും നമ്മൾ കാരണം എൻ്റെ ഇളയ മോന് ഒരുപാട് അങ്ങനെ തണുപ്പ് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേനും അപ്പുറത്ത് പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു. അവിടുത്തെ സാർമാരൊക്കെ വന്നായിരുന്നു. കാരണം 6 മണി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരെയും നിർത്താറില്ല. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ സ്ഥലങ്ങളെല്ലാം കണ്ടു. അതിമനോഹരമായിരുന്നു. ഞാനും കുട്ടികളും വളരെ ഹാപ്പിയായിരുന്നു. പിന്നെന്താ പറയുക, നല്ല ഭംഗിയായിരുന്നു അവിടെയൊക്കെ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ പോവുക. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് നല്ല തണുപ്പായ കടയിലേക്ക് അവിടെ ഒരു ചെറിയ കടയുണ്ടായിരുന്നു. നമ്മൾ അവിടെ കയറി. കൂടെ ഉള്ളൂ പഴംപൊരിയും ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ. നല്ല റീൽസിന്റെ വീഡിയോസൊക്കെ ഞങ്ങൾ ചെയ്തു. കുറേ പാട്ടൊക്കെ ഇട്ടു. ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ കയറി നോക്കുക കേട്ടോ.
വരുന്ന വഴി ഞങ്ങൾ മാങ്ങയൊക്കെ മേടിച്ച് നമ്മളെല്ലാവരും കഴിച്ചു. നല്ല കുട്ടികളും ഞാനും എല്ലാവരും കഴിച്ചു. പിന്നെ ശേഷം അപ്പോഴത്തേന് സന്ധ്യ എത്തണം, കാരണം ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്നൊക്കെയാണ് പറയണത്. വന്യമൃഗങ്ങളൊക്കെ കാണും, കാരണം തണുപ്പൊക്കെ ആയതിനു ശേഷം ഇതിലെ കൂടെ KSRTC ബസ് ഉണ്ടായിരുന്നു, പോകാനും വരാനും. അപ്പോൾ വണ്ടി ഇല്ലാത്തവർക്ക് KSRTC പോയി വരാവുന്നതാണ്. ഞാനും കുട്ടികളും ഒരുപാട് എൻജോയ് ചെയ്തു. അത്ര മനോഹരമായിരുന്നു, കാരണം ഒരുപാട് വെയിലില്ല, ചൂടില്ല, ചെറിയ തണുപ്പായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ലൊരു തണുപ്പ് വന്നു. അതാണ് കുട്ടികൾക്കും അതാണ് ഇഷ്ടപ്പെടുന്നത്. ഒരുപാട് തണുപ്പൊക്കെ ആയിക്കഴിഞ്ഞാലും കുട്ടികൾക്കത് ബാധിക്കും. അതുകൊണ്ട് ഞാൻ ഈ ടൈം നോക്കി പോയത് അതാണ്.